സജന ഫിറോസിന്റെ ഇന്റർവ്യൂ കണ്ടതല്ലേ നിങ്ങൾ? അതില് റസുൽ പൂക്കുട്ടിയുമായിട്ട് അവരുടെ ഒരു ബന്ധം തുടങ്ങുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ദുബായിൽ പോയിട്ട് ഒരു സ്മഗ്ലിങ്ങിന്റെ ടീമിന്റെ ഇടയിൽ പെട്ടുപോയി, ഗോൾഡ് സ്മഗ്ലേഴ്സിന്റെ പിന്നെ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുടെ ഇടയിൽ പെട്ടു, പെൺവാണിഭം അതിലും പെട്ടുപോയി എന്നുള്ളതാണ്. അപ്പൊ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത് റസുൽ പൂക്കുട്ടിയാണ്. പിന്നെ അദ്ദേഹത്തിനോട് കാതലാണ്, മൊഹബത്താണ്, പ്രണയമാണ്, അവിഹിതമാണ്, കുൽസിതമാണ്, 3.5 കോടി ആവശ്യപ്പെടാനും മാത്രമുള്ള ബന്ധമാണ്, ഗർഭം, അങ്ങനെ പല കഥകളായില്ലേ. നമുക്ക് എന്തായാലും അവരുടെ ആ ബന്ധം തുടങ്ങിയ ആ ഒരു സമയം മുതലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് കേൾക്കാനുണ്ട്. ഉഫ്, വല്ലാത്തൊരവസ്ഥയാണ് കേരളത്തിന്റെ ഒരു അവസ്ഥ. ഒരു പടുക്കുഴിയിൽ പോയി വീഴാൻ പോയ ഒരു കുട്ടിയെ പിടിച്ചുയർത്തി എണ്ണിച്ചിട്ട് വന്നതിന്റെ ശിക്ഷയാണ് ഇപ്പൊ വന്നത് പുള്ളിക്കാരന്. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ബോണ്ടിങ് ആയി, നല്ലൊരു തിക് ഫ്രണ്ട്സ് ആയി, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാം സംസാരിക്കാറായി. ഇപ്പോഴും ആ ബന്ധത്തിന് എന്ത് വിലയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എന്റെ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പുള്ളി എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയാള് എന്റെ ദൈവമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അത്രയും എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും നോക്കി എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. അത്രയും സിറ്റുവേഷനിൽ നിന്ന് എന്നെ കൈപിടിച്ചു തന്ന ഒരു വലിയൊരു മനുഷ്യനാണ്. പിന്നെ കിടക്കാതിരിക്കാൻ പറ്റൂലല്ലോ തലവേദനിച്ചിട്ട്, അല്ലെ? എന്തൊക്കെയാണ് കേട്ടോണ്ടിരിക്കുന്നത്. ദൈവമാണ് മെഴ്സി. അയ്യോ, നാട്ടുകാരെ കൊണ്ട് വെറുതെ പറയിപ്പിച്ചില്ലടോ. എത്ര ആളുകളുടെ പേരാണ് ഇപ്പൊ ഫിറോസ് ഖാൻ പുറത്തു വിട്ടെന്ന് അറിയാം. പിന്നെ അതിന്റെ ഇടയിൽ ഒരു വീഡിയോ കണ്ടില്ലേ, ഒളിച്ചോടിയതിനു ശേഷമുള്ള ഒരു വീഡിയോ. എന്നിട്ട് കണ്ട് എഴുതി കൊടുക്കുകയാണ്, ഫിറോസൊക്കെ കണ്ട എനിക്ക് തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സജനിയുടെ കുട്ടികളെയൊക്കെ നോക്കുന്നത് റസൂൽ ചേട്ടനാണെന്നുണ്ട് സമ്മതിച്ചു. പിന്നെ എന്തുണ്ടൊക്കെയാണ് സൈബർ സെല്ലിലൊക്കെ പോയി കേസ് കൊടുത്തിട്ടുള്ളത്, എന്റെ ഫോൺ ഹാക്ക് ചെയ്ത് അതാക്കി ഇതാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇനിയിപ്പോ എന്താ കാര്യമുള്ളത്? ഇതിലൊന്നും ഒരു കാര്യമില്ലല്ലോ. നാട്ടുകാർ ഇതൊക്കെ കാണുന്നില്ല. എന്റെ പൊന്നു സജിന ഫിറോസ്, എന്റെ പൊന്നല്ലോട്ടെ, എന്റെ പൊന്നോ. ഞാൻ അതും വെച്ചിട്ട് നാളെ എന്റെ തലേക്ക് കയറാൻ നിൽക്കണ്ട. ബാക്കി കേട്ടാട്ടെ. പിന്നെ വഴക്കുകളുണ്ടാവാം, ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആയാലും നമ്മൾ തമ്മിൽ, ഞാൻ നേരത്തെ കണക്ക് ഫ്രണ്ട്സ് ആയാലും എന്തുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടാവും. അപ്പം ഈ സംഭവങ്ങള് വന്നിട്ട് ഈ വോയിസ് റെക്കോർഡൊക്കെ വെളിയിൽ വരാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ, എന്റെ കുറച്ച് ഫ്രണ്ട്സ് എത്ര കിട്ടിയാലും പഠിക്കത്തില്ല. ഞാനത് എത്ര കിട്ടിയാലും പഠിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ഉദാഹരണം ഞാൻ തന്നെയാണ്. അതിനുശേഷം എന്റെ ഈ വോയിസ് റെക്കോർഡ് ഞങ്ങൾ തമ്മിലുള്ള കുറച്ച് തർക്കങ്ങൾ വരുമ്പോഴും ഞാൻ നമ്മളെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പറയുമ്പോൾ ഇക്കായെ വിളിച്ചിട്ട് ഇതാണ് അവൾ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ അവളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും നിങ്ങൾ എന്ന് പറഞ്ഞ് പുള്ളിയും കൂടെ പറയും. അപ്പൊ ഞാൻ പറയാം, ഇക്ക അങ്ങനെ പറഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് ഡബിൾ ഗെയിം കളിക്കുന്ന എനിക്ക് അറിഞ്ഞൂടാ. പുള്ളിയത്തൊന്ന് പറയുന്നു, എന്റെ അടുത്തൊന്ന് പറയുന്നു. അപ്പൊ ഞാൻ എന്നിട്ട് അങ്ങനെ പറഞ്ഞു. അന്ന് ഇത് ഈ റെക്കോർഡ് നിങ്ങൾ കേൾക്കുന്ന പറഞ്ഞാൽ ഇക്ക ഞാനും ഇക്കാര്യം സംസാരിച്ച റെക്കോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വോയിസ് റെക്കോർഡ് ഉള്ളത് അത് പുള്ളിക്കാരിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ വോയിസ് റെക്കോർഡ്? വല്ല ബോധമുണ്ടോ? വാശി തീർക്കാൻ വേണ്ടിയിട്ട് ഇവര് തമ്മിൽ തല്ലുകൂടിയത് വെറുതെ അയച്ചു എന്നുള്ളതാ. അത് പരിപ്പുവടക്ക് തല്ലുകൂടിയതല്ല ആ ഓഡിയോയിലുള്ളത്. അതില് കടന്നു കൊടുത്തതിനെ കുറിച്ചിട്ടും മറ്റുള്ള വൃത്തികേടുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഭീഷണിയാണ് പെടുത്തുന്നത്. കൂടെ ആരാ? ഉമ്മയും ചേർന്നിരുന്നു കൊണ്ടാണ് റസൂൽ പൂക്കുട്ടിയെ ഇരുന്നിങ്ങനെ ഇതാക്കിയിരുന്നത്. കൊള്ളാം. നമ്മളിതൊക്കെ കണ്ട് കേൾക്കുമ്പോൾ വിചാരിക്കും പഴംപരിക്ക് തല്ലുണ്ടാക്കിയ കേസാ പറഞ്ഞത്. അല്ല, കിടപ്പാണ്. കിടപ്പിനെ കുറിച്ചിട്ടാ പറഞ്ഞിട്ടുള്ളത്. റസൂലിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതാണോ ഈ വോയിസ് റെക്കോർഡിംഗ്? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും അദ്ദേഹം എന്നോട് ഞാൻ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഈ 3 കോടി അത് പുള്ളിക്കാരന് അറിയാലോ. കാരണം തികച്ചും എന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇത് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു ഈ സംസാരങ്ങള് ഇവരെല്ലാം നമ്മളായിട്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഈ വോയിസ് റെക്കോർഡ് വെളിയിലാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്താണ് നമ്മൾ ഞാൻ പെറ്റീഷൻ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫിറോസ് ഖാൻ നമ്മളെ ഇതുപോലെ ഭീഷണിപ്പെടുത്തുന്നുള്ള കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുള്ള അത് രണ്ടാമതാണ് കൊടുത്തത്. ഭീഷണിപ്പെടുത്തുന്ന ഇപ്പൊ കൊടുത്തത്, ഈ റീസണിലാണ് കൊടുത്തത്. അതിന് മുന്നേ ഈ പുള്ളിക്കാരൻ നമ്മളിട്ട് ഭയങ്കരമായിട്ട് ഈ ഒരു ഫോട്ടോയുടെ കാര്യം വെച്ചിട്ട് നമ്മളായിട്ട് 2 ഫോട്ടോ ഇങ്ങനെ ലീക്കായി. അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ടോർച്ചർ ചെയ്തിട്ട് അവിടുന്ന് ഭയങ്കര അലിഗേഷൻ. അതെ അത് എന്റെ കയ്യിൽ ഇതേപോലെ തന്നെ എന്റെ കയ്യിൽ ലീക്കായ സാധനം. നിലവിലൊരു ഭർത്താവ് ഉള്ള സമയത്ത് മറ്റൊരാളുടെ അടുത്ത് പോയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ട് കുൽസിതം, കിടപ്പ്, അവസാനം തെറ്റ് മൊത്തം ആയിരിക്കും ഫിറോസ് ഖാനാ. കൊള്ളാല, അടിപൊളിയാണല്ലേ ഇത്. നിങ്ങളുടെ ഭർത്താവല്ലേ ഫിറോസ് ഖാൻ? നിങ്ങൾ നിയമപരമായിട്ട് ബന്ധം വേറിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ നിലവിലൊരു കല്യാണം കഴിഞ്ഞ് അതിലൊരു കുഞ്ഞുണ്ട്. ആ സമയത്ത് ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ വഴി 2 ആളും പ്രേമത്തിലായി കല്യാണം കഴിച്ച് അതിന്റെ ഇടയിൽ അയാൾ നിലനിൽക്കെ തന്നെ എത്രയോ ആളുടെ കൂടെ പോയി അദ്ദേഹം തന്നെ ഒരുപാട് തെളിവോട് കൂടി കാര്യങ്ങൾ പുറത്തു വിടുന്നു. ഇനി നിങ്ങളെ വീണ്ടും വിശ്വസിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒന്നും കൂടാതെ നിങ്ങളിപ്പോ അഭിമാനത്തോടു കൂടി പറഞ്ഞില്ലേ എന്റെ കൂട്ടുകാരികൾക്ക് ഞാൻ അയച്ചു കൊടുത്ത ശബ്ദ സന്ദേശം അവർ പുറത്തു വിട്ടാന്നുള്ളത്. അത് തന്നെ ഏറ്റവും വലിയ കോമഡിയാന്നുള്ളതാണ്. ആ ഒരൊറ്റ ശബ്ദ സന്ദേശം മാത്രം മതി നിങ്ങളെ അളക്കാൻ. അത്രേ ഉള്ളൂ. റസൂൽ പൂക്കുട്ടി മുട്ട് വിറക്കിയിരുന്നു, കൂട്ടിയടിക്കായിരുന്നു. അവരുടെ ഫാമിലിക്ക് ഒരു കുഴപ്പമില്ല, വിശാല മനസ്സുള്ള ആൾക്കാർ.
കൊള്ളാം കൊള്ളാം, ഇതൊക്കെ എവിടുന്ന് വരുന്നതേ ഇമാതിരി വിശാല മനസ്കത. സെൽഫി എന്റെ ഫോട്ടോ 2 ഈ ഫോട്ടോസ് ബാക്കിയുള്ളവർക്കെല്ലാം ഈ അയച്ചു കൊടുക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? അയച്ചു കൊടുക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നതല്ല ഏട്ടാ. ഈ പറഞ്ഞ കണക്ക് ഇവർ 2 പേർക്ക് ഞാൻ അയച്ചു വലിയ കൊടുത്തിട്ടുണ്ട്. വിശ്വാസമുള്ളത്. കാരണം ഞാൻ ചോദിക്കട്ടെ ഏട്ടാ, ഇത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവുന്ന പറഞ്ഞുകൊണ്ടാണോ ഞാൻ ഇട്ട് കൊടുത്തത്? എന്റെ പല്ല് തന്നെ ഞാൻ കുത്തി നാട്ടിക്കും. ഞാൻ അത് സംസാരിക്കുന്ന വാക്കുകൾ ഭയങ്കര അഗ്ലി സംസാരങ്ങൾ വരുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. ഞാൻ ആ വോയിസ് ക്ലിപ്പ് കേട്ടു. അപ്പം ഞാൻ എന്നെ കുത്തി നാട്ടിക്കാൻ പോട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾ സ്വന്തം പല്ലിയുടെ കുത്തി മണക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തതാണ്. ഒരു മനുഷ്യനും ചെയ്യാത്ത കാര്യമാണ് അഗ്ലിയൊക്കെ ഞങ്ങൾ കേട്ടതാണ്. കിടന്ന് കൊടുക്കുന്ന ആ സാധനം എടുത്ത് ഇങ്ങോട്ട് വെച്ചത് കൊണ്ടല്ലേ ഇങ്ങനെ ആയത് അങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. ഇനി അതവിടെ കാണിക്കാനോ കേൾപ്പിക്കാനോ ഈ അമ്മാതിരി സാധനമാണെന്നുള്ളതാണ്. എന്നിട്ട് പറയുന്നു ഉളുപ്പൂല്ല, ഒരു ഉളുപ്പൂല്ല. സ്വന്തം ഭർത്താവുണ്ട്, കുഞ്ഞുങ്ങൾ ഇത് കേൾക്കും. കുഞ്ഞുങ്ങളില്ലേ, അവർ കേൾക്കൂല ഇത്. പിന്നെ അതൊന്നുമല്ല, നാട്ടുകാർ മൊത്തം കേട്ടും വീട്ടുകാർ മൊത്തം കേൾക്കും. ഇനി സ്വന്തം നിഴലിറക്കം പിന്നീന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാവും പണ്ടാരം പോലെ നാണക്കേടുകാരൻ. എന്നിട്ട് ഡയലോഗ് എങ്ങനെയാണ് ഒരു ഉളുപ്പില്ലാതൊക്കെ ന്യായീകരിക്കാൻ കഴിയുന്നത്? ഏതോ ഒരു ആണിന്റെ കൂടെ സ്വന്തം ഭർത്താവ് നിലനിൽക്കങ്ങ് പോയിട്ട് ഭർത്താവ് ഒരുപാട് അവിഹിതമുണ്ട് എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ബാക്കി അദ്ദേഹത്തിനെ ഞങ്ങൾ കുത്തി നാട്ടിക്കാൻ വേണ്ടിട്ടോ എന്നെ കുത്തി നാട്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ? ആ വോയിസ് ക്ലിപ്പ് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ? സംസാരങ്ങളെല്ലാം നമ്മൾ തമ്മിലുള്ള തർക്കങ്ങളും വാക്ക് തർക്കങ്ങളെല്ലാം ഇല്ലാന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല, ഉള്ളത് തന്നെയാണ്. ഞങ്ങൾ തമ്മിലുള്ള സംഭവങ്ങളെല്ലാം ഉള്ളതാണ്. പേഴ്സണൽ ആയിട്ടുള്ള ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള മാറ്റർ ആയിരുന്നു. തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഒരു മാറ്റർ ആണ്. പക്ഷെ ദിയാസനക്കും പിന്നെ വേറൊരു പേര് പറഞ്ഞല്ലോ, രണ്ടുപേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ, തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. മൂന്നാമതൊരാൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു രസമല്ലേ, കൊടുക്കട്ടെ. മനസാക്ഷി സൂക്ഷിപ്പുകാരികളായതുകൊണ്ട് കൊടുത്തതെന്നാ പറയുന്നത്. അത് നേരെ ഫിറോസ് ഖാൻ ഇട്ട് കൊടുത്തു എന്നുള്ളതാണ്. എന്ത് പേഴ്സണൽ? നിങ്ങളൊക്കെ എന്താണ് പേഴ്സണലായിട്ട് ചെയ്യുന്നത്? ജനങ്ങളെ മുന്നിലാണ് നിങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. എന്തായാലും ദുബായ് കേസ് ഉണ്ടല്ലോ, അതിപ്പോ പെട്ടെന്ന് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പുറത്ത് വിടും. അത് ഫിറോസ് ഖാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട് വിടാന്നുള്ളത്. 3 കോടി ഞാൻ യൂസ് ചെയ്തിക്കാനും ഭീഷണിപ്പെടുത്തി ഞാൻ മേടിച്ചു. എന്റെ വീട് ജപ്തിയായിട്ട് കിടക്കും. 25 ലക്ഷം രൂപ. ഇപ്പോൾ ഞാൻ അതിന്റെ ഡീറ്റെയിൽ എടുത്തു തരാം. ഡ്രസ്സിൽ കുട്ടിയെ ഭീഷണിപ്പെടുത്തി ഞാൻ മേടിച്ചു. അങ്ങനത്തെ ഒരു സാധനം ഇറങ്ങിയിട്ടില്ല. അല്ല, അങ്ങനെ ഒരു സാധനം ചെയ്തെങ്കിലല്ലേ ഇപ്പം ദേഷ്യപ്പുറത്ത് നമ്മൾ പറയുമായിരിക്കും. പരസ്യമായിട്ട് നിങ്ങൾ ഈ ബന്ധം നിഷേധിക്കുന്നില്ല. അതാ ഞാൻ ചോദിക്കുന്നത് ചേട്ടാ. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് തമ്മിൽ പറയുന്ന ഞങ്ങൾ തമ്മിലുള്ള തികച്ചും അലിഗേഷൻ, ഞങ്ങൾ തമ്മിലുള്ള കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്ക് തർക്കങ്ങളാണ്. തികച്ചും പേഴ്സണൽ ഒന്നുമില്ല. അപ്പൊ അതിനകത്തുള്ള ഭീഷണി എന്താ ഭീഷണിയാണ്? അതിന് പറയുന്നത് 3 കോടി ഞാൻ മേടിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു ഏതാ ദൃശ്യങ്ങൾ, നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളുടെ. എനിക്കറിയില്ല അതൊന്നും. എനിക്ക് സ്വകാര്യം നമ്മൾ തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങൾ എന്തിനാ അങ്ങനെയുള്ള കാര്യങ്ങൾ ചുമ്മാ ഒരാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ. അതെ അതെ, വാക്ക് തർക്കത്തിൽ ബ്ലാക്ക്മെയിൽ. പിന്നെ അദ്ദേഹം വന്ന് പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും ഞാൻ കൊണ്ട് ഇത്ര രൂപ ചെലവാക്കിയത്? ചേട്ടാ, അതിനകത്ത് ഒരു കാര്യമുണ്ട്. ഈ 3 കോടി സബ്ജക്റ്റുകൾ വരുന്നതും ഇത് ചാനലിലോട്ട് എടുത്ത് എറിഞ്ഞു കൊടുക്കുന്നത് ഇവര് തന്നെയാണ്. ഈ ദിയാസനയും ഈ ആൻമേരി എന്ന് പറയുന്നതും. നിങ്ങൾ എന്തുണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് യാതൊരു തരത്തിൽ കേസ് കൊടുത്തിട്ട് ഒന്നും കിട്ടാനില്ല. നിങ്ങൾ ആ ശബ്ദ സന്ദേശങ്ങൾ കൃത്യമാണെന്നും ഞങ്ങൾ പേഴ്സണലായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അതെന്നും വ്യക്തമായി തുറന്നു പറയുന്നു. ഇനി എന്താ കേസ്? ഒരു കേസും ഇല്ല, ഒരു തേങ്ങയില്ല. വണ്ടി വിട്, അത്രേ ഉള്ളൂ. ഒരു ചെങ്ങായിന്റെ ജീവിതം കൂടിയാണ് നശിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഫാമിലി എങ്ങനെ പുറത്തിറങ്ങി നടക്കും? അത്ര വൃത്തികെട്ട രീതിയിലായിണ്ടല്ലോ നിങ്ങളുടെ പേര്. റസൂൽ പൂക്കുട്ടിയുടെ ഫാമിലി മൊത്തം നാണക്കേടായി ഉണ്ടാവൂലേ? അയാൾക്ക് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ അപ്പൊ ഇതുള്ളത്? അല്ല. അപ്പൊ നിങ്ങളൊക്കെ സമ്മതിക്കുന്നത്. പിന്നെ എന്തിനാണ് ആ കേസ് കൊടുക്കുന്നത്? ഇവിടെ ദിയാസനക്കെതിരെ കേസ് കൊടുത്തൊരു കാര്യമുണ്ട്? ഒരു കാര്യമില്ല. ദിയാസന നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എല്ലാവരെയും ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം തന്നെ എനിക്ക് പറയാനുള്ളത്. അങ്ങനെ അലിഗേഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബ്ലഡ് ടെസ്റ്റ് നടത്തണം. തീർച്ചയായിട്ടും നടത്തണം. ഇതാണ് പറയുന്നത് ഉളുപ്പ്, ലെവലേശല്ല എന്നുള്ളത്. ഒരു പ്രശ്നമില്ല. പിന്നെ ഇത് എന്തിനാടാ ഈ കണ്ട ചാനലിലൊക്കെ പോയിട്ട് ചർച്ചക്ക് പോയിട്ട് വീണ്ടും കുടുംബക്കാരെ നാണം കെടുത്തുന്നു? അയ്യയ്യേ. എനിക്ക് ആക്ച്വലി ഞാനല്ല ഈ പറഞ്ഞ കേസിലൊന്നും ചെയ്യുന്നത്. ഇവരെല്ലാം ചെയ്തിട്ട് എന്റെ പേരിലോട്ട് അലിഗേഷൻ പിടിച്ചിടുക. ഞാൻ റസൂൽ പൂക്കുട്ടിയുടെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് കൊണ്ടുവാ. അല്ലെങ്കിൽ എന്റെ അക്കൗണ്ട് ഇപ്പോഴും ഞാൻ കാണിച്ചു തരാം. എന്റെ അക്കൗണ്ട് അല്ലെങ്കിൽ പോട്ടെ, പുള്ളിക്കാരൻ വന്ന് പറഞ്ഞോ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും ചെയ്ത്. പുള്ളിക്കാരൻ വന്ന് പറയണ്ടേ, അല്ലെങ്കിൽ ഞാൻ വന്ന് പറയണ്ടേ? ഇത് തികച്ചും ഞങ്ങളുടെ പേഴ്സണൽ കാര്യം എടുത്തത് ഇവരല്ലേ ഇട്ടത്. അപ്പൊ തെറ്റുകാരാണ് ചേട്ടാ. ഞങ്ങളെ ക്രൂശിച്ച് ഈ നാട്ടുകാരുടെ മുന്നിലോട്ട് വലിച്ചു കയറി ഇട്ടവർ ഇവരല്ലേ. അപ്പം ഉറപ്പായിട്ടും ഇവര് തെറ്റുകാർ മനസ്സിലാക്കി. തെറ്റുകാര് നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള ആളുകൾക്ക് ഇട്ട് കൊടുക്കേണ്ട എന്ത് കാര്യമുള്ളത്? അത് ഏറ്റവും വലിയ ഊളത്തരം എന്നുള്ളതാണ്. അമ്മാതിരി ഊളത്തരം കാണിച്ചിട്ട് ഇവിടുന്ന് ഡയലോഗ് അടിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? നിങ്ങൾ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അത് ആദ്യം മനസ്സിലാക്കുക. എന്തിനാണ് നിങ്ങൾ ഈ കേസും കൂട്ടായിട്ട് മുന്നോട്ട് പോകുന്നത്? എന്ത് കാര്യമുള്ളത്? ഇതൊക്കെ കോടതിയുടെ മുന്നിൽ തെളിവായിട്ട് കിടക്കൂലേ? ഈ ഇന്റർവ്യൂകൾ എത്ര ആളുകൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും? ഇതൊക്കെ തെളിവാണ്. ഇതൊക്കെ കൊണ്ടേ തന്നെ കാര്യങ്ങൾ എളുപ്പമായി എന്നുള്ളതാണ്.
ഫിറോസ് ഖാനെതിരെ നിങ്ങൾ ഇപ്പൊ ഓരോ കാര്യങ്ങൾ പുറത്തു വിടുന്നുണ്ട്, നിങ്ങൾ തെളിവായിട്ട് എന്തെങ്കിലും പുറത്തു വിടണം. ഇപ്പൊ ശബ്ദ സന്ദേശം ഒന്നും ഉണ്ടെന്ന് പറഞ്ഞു, അത് ഞാൻ അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും പുറത്തു വിടാം. പക്ഷെ ഈ കാര്യത്തിൽ നിങ്ങൾ റസൂൽ പൂക്കുട്ടിയുമായിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഞങ്ങൾ പേഴ്സണൽ ലൈഫിൽ നടന്ന കാര്യങ്ങളാണ്, എനിക്ക് അച്ഛനാണ്, മോനാണ്, പിതാവാണ്, ഇതാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പിന്നാക്കാണ്. പിന്നെ ഇത് എന്തിനാണോ ഇതൊക്കെ വന്ന് നടന്ന് പറയുന്നത്? നാണക്കേടല്ലേ? അയ്യയ്യയ്യയ്യയ്യേ. എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ഫിറോസ് ഖാൻ മാന്യനാണോ അല്ലെങ്കിൽ വലിയ സംഭവമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് വ്യക്തമായിട്ട് ആളെ കുറിച്ചിട്ടൊന്നും യാതൊരു ധാരണയില്ല. അതുപോലെ തന്നെയാണ് സജിന. പക്ഷെ സജിനെ നാറിയതുപോലെ ഫിറോസ് ഖാൻ നാറുന്നില്ല. കാരണം അത്രമാത്രം വലിയ ഒരു വളരെ മോശപ്പെട്ട അലിഗേഷനാണിത്. കൂടെ ഒരു ഓസ്കാർ വിന്നർ ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ ലൈഫും കൂടി അത് ഇല്ലാണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ പിന്നിൽ പണത്തിന് വേണ്ടിയിട്ട് കളിച്ച കളിയാണെന്ന കാര്യത്തിൽ ഇനി സംശയിക്കാനൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞല്ലേ 3.5 കോടിയുടെ കഥയൊക്കെ, 3.5 കോടി അങ്ങനെയാണെങ്കിൽ 25 ലക്ഷം റുപ്യ എന്റെ വീടിന് ജപ്തി നോട്ടീസ് വന്ന് കിടക്കുകയാണ്, അതാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ നേരിട്ട് പൈസ വാങ്ങിയിട്ടുണ്ടാവില്ല, നിങ്ങൾ ആവശ്യപ്പെടുന്ന ഓടിയാണ്, അത് തന്ന ഓടിയല്ല. അത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു സാധനം ഇൻസ്റ്റാഗ്രാമിൽ വന്ന് വീണ് കിടക്കും ചെയ്തില്ലേ. ജനങ്ങൾ പൊട്ടന്മാരല്ല എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉള്ളത് നല്ലതാണെന്ന് എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്താ തോന്നിയിട്ടുള്ളതെന്ന് അഭിപ്രായം പറയണം കേട്ടോ. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് റപ്പാൾ സൈനിങ് ഓഫ്.